ദൈവമെടുത്ത തീരുമാനത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ തീരുമാനം ഭയങ്കരമാണ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ് നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വേദഭാഗമുണ്ട്. ആ വേദഭാഗം വായിച്ച് നമുക്ക് ആരംഭിക്കാം. ഇവാഞ്ചലിൻ, സിറ്റ് ഓൺ പ്ലേസ്. ഗുഡ് ഗേൾ, വെരി ഗുഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് എവരിവൺ ഈസ് ടേക്കൺ. എല്ലാവരും ജെനസിസ് ചാപ്റ്റർ 1:26, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എല്ലാവർക്കും ചേർന്ന് വായിക്കാം. ഇത് നമ്മുടെ തുടക്കമായതുകൊണ്ട്, നമ്മുടെ എല്ലാവരുടെ തുടക്കം ഇവിടെ ആയതുകൊണ്ട് വി ഹാവ് ടു റീഡ് ഇറ്റ്, റൈറ്റ്? എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. 27-ാമത്തെ വാക്യം, വേഴ്സ് 27. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. Say praise the Lord. God created, God created, God created, God created. ദൈവം സൃഷ്ടിച്ചു, ദൈവം സൃഷ്ടിച്ചു, ദൈവം സൃഷ്ടിച്ചു. കുരങ്ങിൽ നിന്നുണ്ടായതല്ല. ഒരാമേൻ പറയാമോ? 1800-ൽ ആമേൻ ഒരു സയൻറ്റിസ്റ്റ് പ്രകാരം പറഞ്ഞു, ആമേൻ, മങ്കിയിൽ നിന്നാണ് മനുഷ്യൻ രൂപപ്പെട്ടതെന്ന് ശാസ്ത്രം പഠിക്കും. 1800-കളിലാണ് ബയോളജി ഡെവലപ്പായി വരുന്നത്. ബയോളജി ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ബയോളജിക്ക് ഡെവലപ്പായത് 1800-ലാണ്, AD-ലാണ്. അന്ന് അവർ കണ്ടുപിടിച്ചത്, ഒന്നാമത്തെ റീസൺ കണ്ടുപിടിച്ചത്, മനുഷ്യൻ ഒരു ജീവനാണ്. ആ ജീവൻ ആമേൻ മൃഗങ്ങൾക്ക് തുല്യമാണ്. ആമേൻ ദേഹിയും ശരീരവും മാത്രമുള്ള ഒരു മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന വ്യക്തിയാണ് മനുഷ്യൻ. അതുകൊണ്ട് അത്ര മാത്രമേ അവർക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെന്ന് പറയുന്നത് രണ്ട് ആത്മാവില്ലാത്ത ശരീരവും ദേഹിയുമുള്ള ഒരു വ്യക്തിയാണ് മനുഷ്യൻ. അത് ആ മനുഷ്യൻ കടന്നു വന്നത് മൃഗത്തിൽ നിന്നാണ് ഒരു പഠനം 1800 AD-കളിൽ പഠിപ്പിക്കുന്നു. അതിനുശേഷം ചാൾവിൻ സിദ്ധാന്തം കടന്നു വന്നു. ചാൾവിൻ സിദ്ധാന്തം പറഞ്ഞു, നോ അങ്ങനെയല്ല, മനുഷ്യൻ മൃഗത്തിൽ നിന്നുണ്ടായത്, മനുഷ്യൻ ഉണ്ടായത് ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു അണുവിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് ചാൾവിൻ സിദ്ധാന്തം. നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യനുണ്ടായത് എന്ന് പഠിക്കും. മനുഷ്യൻ്റെ ഉത്ഭവം പോലും വേറെ ഒറ്റ മതഗ്രന്ഥങ്ങളിൽ പോലും വ്യക്തമായി പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സത്യവേദ പുസ്തകം, സത്യമായ കാര്യം, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം, ആമേൻ, നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ സൃഷ്ടിയാണ്. മനുഷ്യൻ സൃഷ്ടിയുടെ കീഴിൽ, സൃഷ്ടിതാവിൻ്റെ കീഴിൽ ജീവിക്കാൻ ദൈവം നിയോഗിച്ച് വിളിച്ച് വേർതിരിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പരമോന്നതമായ സ്ഥാനം നിൽക്കുന്നത് ഇസ്രായേലിനല്ല, പരമോന്നതമായ സ്ഥാനം നിൽക്കുന്നത് മനുഷ്യനാണ്. ഒരാമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യനാണ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മളെ ദൈവം സൃഷ്ടിച്ച വിധങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നല്ലതാണ്. നല്ല മനോഹരമായ തലമുടി, പകുതി വെളുത്തതും പകുതി കറുത്തതും, വെളുത്തുകൊണ്ടിരിക്കുന്നതും നല്ല ബ്ലാക്കും എല്ലാം ഉള്ള നല്ല മനോഹരമായ മുടി. നമ്മൾ ഒന്ന് വെളുത്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ വളരെ നോട്ടമിടും. ആരുമില്ലാത്ത സമയത്ത് അതിനെന്ത് ചെയ്യും? റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. അത്ര കെയർഫുള്ളാണ് മനുഷ്യൻ. നമ്മുടെ മുടി, തലയുടെ മുകളിലിരിക്കുന്ന മുടിയെ പോലും നമ്മൾ ഗൗനിക്കുന്നു. ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ തലയുടെ നല്ല മുടിയുള്ള ഭാഗമാണ്, എന്നാൽ അതിന് തൊട്ട് താഴെ കുറച്ച് ഭാഗം മുടിയില്ല. 1 ഇഞ്ച് പോലും ഗ്യാപ്പില്ല. ഉണ്ടോ? ഗ്യാപ്പുണ്ടോ? ഇനി ഗ്യാപ്പ് 1 ഇഞ്ച് പോലും ഗ്യാപ്പില്ല. ഇവിടെ മുടി കളിക്കുന്നില്ല. ഇവിടെ നല്ല മുടി ഇങ്ങനെ കിളിച്ചിരിക്കുകയാണ്. അല്പം കൂടെ താഴോട്ടെടുത്ത് നോക്കി, കണ്ണിൻ്റെ പോളകളെടുത്ത് നോക്കിക്കേ. കൺപോളകളിൽ നമ്മൾ ഇതേപോലെ മുടി, ഒരു ശരീരമാണ്, ഒരേ കോശമാണ്, ഒരേ അണുവിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉത്ഭവിച്ചിരിക്കുന്നത്. എന്നാൽ തൊട്ട് താഴോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ കൺപീലിക്ക് നമ്മുടെ മുടിയുടെ അത്ര വളർച്ചയില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ദൈവം, ഹി ഈസ് എ സൂപ്പർ സയൻറ്റിസ്റ്റ്
ആൻഡ് ദ സൂപ്പർ എഞ്ചിനീയർ. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ എഞ്ചിനീയർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ, ഈ ഭൂമിയിൽ ഇപ്പോൾ പറയപ്പെടുന്ന മനുഷ്യരൊന്നുമല്ല, കർത്താവാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ എഞ്ചിനീയർ. ഒരാമേൻ പറയാമോ? ആമേൻ, ഹല്ലേലൂയ. ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൈനയുടെ വൻമതിലുണ്ട്, പിന്നെ കൊൽക്കട്ടയിലുള്ള ഒരു ഇരുമ്പ് പാലമുണ്ട്. ഇതൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വളരെ അതിശയിക്കാറുണ്ട്. ചന്ദ്രനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിയിൽ കാണാൻ പറ്റുന്ന ഏക വസ്തു ചൈനയിലെ വൻമതിലാണ്. എത്രയോ കിലോമീറ്ററുകൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വിഭജിക്കത്തക്ക രീതിയിൽ പണ്ടത്തെ ആൾക്കാർ അത്ര കഷ്ടപ്പെട്ട് ചന്ദ്രനിൽ പോയി നോക്കിയാൽ ചൈനയുടെ വൻമതിൽ കാണാം. അത്രയും സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു. എന്നാൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ഇതൊന്നുമല്ല എൻ്റെ സൃഷ്ടിപ്പിൽ ഞാൻ പ്രധാനമായി കണ്ടിരിക്കുന്നത്, എൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്നത് മനുഷ്യനാണ്. അത് വിശ്വസിക്കുന്ന രാമയം പറഞ്ഞാട്ട് ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ദൈവം ഇതല്ല. അല്ലെങ്കിൽ നിങ്ങൾ രക്ഷ പറയായിരിക്കും, കർത്താവേ കർത്താവ് ഒന്ന് സൃഷ്ടിച്ചതല്ല, ഇത് മൃഗത്തിൽ നിന്ന് തന്നെ വന്നതാ. അത് ചിലരെ കണ്ടാൽ, ചിലരുടെ സ്വഭാവം കണ്ടാൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ പറയുകയാണ്, ഇത് ദൈവം സൃഷ്ടിച്ചതാണ്, മൃഗത്തിൽ നിന്ന് വന്നതല്ല. ഒരാമയും പറയാമോ? അതല്ല, ദൈവത്തോട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും, ഓക്കെ, ഞാൻ സൃഷ്ടിച്ചല്ല, നിങ്ങൾ വിശ്വസിക്കുന്നല്ലോ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ബിലീവ്. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. റോബോട്ടുകളൊക്കെ കണ്ടുപിടിക്കുന്ന കാലമാണ്. റോബോട്ട് സയൻറ്റിസ്റ്റ് എത്ര വലുതായെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾക്ക്, വരുന്ന സെക്ഷനിൽ, വരുന്ന സമയങ്ങളിൽ നമുക്ക് ധ്യാനിപ്പനിടയായി തീരും. ചിന്തിക്കണം, മനുഷ്യനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വസ്തുവല്ല ഈ ശരീരം. ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഒരാമയും പറയാമോ? സ്തോത്രം പറയാമോ? നിങ്ങൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, വണ്ടി ഇടിച്ചൊക്കെ ഈ തെരുവ് നായക്കളൊക്കെ റോഡിൽ ചത്ത് കിടക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ആരെങ്കിലും എന്ത് ചെയ്യും? കോർപ്പറേഷൻകാർ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോയി എന്ത് ചെയ്യും? അതിനെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ അതിനെ കത്തിച്ച് കളയുകയോ അത് ചെയ്യും. എന്നാൽ ഒരു മൃഗത്തിന് അത്ര പ്രാധാന്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മെല്ലടിച്ച് ദേശം എന്താകരുത്, അവിടെ താമസിക്കുന്നവർക്ക്, ആ ദേശനിവാസികൾക്ക് ഡിസ്റ്റർബ് ആകരുത് എന്ന് വെച്ചിട്ടാണ് അവർ നായയെ എടുത്തുകൊണ്ട് ദൂരത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ ഒരു മനുഷ്യൻ്റെ വിരൽ, നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ്റെ വിരൽ നിങ്ങൾ റോഡ് സൈഡിൽ കണ്ടാൽ ഉടനെ അവിടെ കടന്നു വരുന്ന ഫസ്റ്റ് പീപ്പിൾ എന്ന് പറയുന്നത് അവിടുത്തെ പോലീസ് അധികാരികളായിരിക്കും. പെട്ടെന്ന് ഒരു FIR രജിസ്റ്റർ ചെയ്യും. FIR രജിസ്റ്റർ ചെയ്ത് ഹോസ്പിറ്റലിൽ നല്ലാത്തത് ഒരു മനുഷ്യൻ്റെ അവയവം ശരീരത്തിൽ റോഡിൽ കിടന്നാൽ, ചെറിയ വിരലിൻ്റെ പീസ് മതി, അധികം വലിയ മനുഷ്യൻ്റെ തലയൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. ഒരു വിരലിൻ്റെ പീസ് കിടന്നാൽ ഇതെവിടെ നിന്നാണ്, ആരുടെയാണ് ഈ വിരൽ, ഇതെവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ആരാണ് അവിടെ കൊണ്ടിട്ടത്, ഇതെല്ലാം കണ്ടുപിടിച്ച് ഒരു മനുഷ്യൻ്റെ വില ഈ ഗവൺമെൻറ് സൊസൈറ്റി മുഴുവൻ പഞ്ചായത്ത്, താലൂക്ക്, പോലീസ് സ്റ്റേഷന്, MLA, MP, ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ വരെ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൽക്കട്ടയിൽ ഒരു സഹോദരിക്ക് ഒരു വിഷയം നടന്നപ്പോൾ ഓൾ വേൾഡ് സ്ട്രൈക്ക് ചെയ്തു. എന്താ കാരണം? ഒരു സഹോദരിക്ക് അങ്ങനെ ഒരു ബലഹീനത ഒരു വിഷയം സംഭവിച്ചപ്പോൾ ബാംഗ്ലൂരിലും എൻ്റെ സുഹൃത്തുക്കളും കടന്നുപോയി. ഒരു ഗാർഡൻ എന്തോ പറഞ്ഞൊരു ഗാർഡനുണ്ട്, ആ ഗാർഡനിൽ കടന്നുപോയി. ഭയങ്കര രാവിലെ മുതൽ വൈകിട്ട് ഒരു സ്ട്രൈക്കായിരുന്നു. എന്നിട്ട് അദ്ദേഹം ക്ഷീണിച്ചിട്ട് ചർച്ചിൽ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു, ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാൻ കടന്നുപോയി, വി ആർ സോ ഹാപ്പി. ഞാൻ ചിന്തിക്കുക, എവിടെയോ കിടക്കുന്ന ഒരു സഹോദരിക്ക് ഒരു പീഡനം നടന്നപ്പോൾ ബാംഗ്ലൂർ ഒരു രക്തബന്ധവുമില്ലാത്തൊരു മനുഷ്യൻ പോയി സ്ട്രൈക്ക് ചെയ്യാൻ പോയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, മനുഷ്യന് വിലയുണ്ട്. ആമേൻ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. മനുഷ്യന് വിലയുണ്ട്. ഒന്ന് പറയാം, മനുഷ്യന് വിലയുണ്ട്. നിന്റെ ശരീരത്തിൻ്റെ ഒരു അവയവം റോഡിൽ കിടന്നാൽ FIR രജിസ്റ്റർ ചെയ്യും, രജിസ്ട്രേഷനും എല്ലാ സൊസൈറ്റി സിസ്റ്റം എല്ലാം അതിനനുകൂലമായി ചിന്തിച്ച് ആ വ്യക്തി ആരുടേതാണെന്ന് കണ്ടുപിടിക്കത്തക്ക സമയം വരെ ആ പോലീസുകാർക്ക് അവന് റെസ്റ്റ് ഉണ്ടാകില്ല. നല്ല പോലീസുകാരാണെങ്കിൽ അവർക്ക് അവന് റെസ്റ്റ് ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വിലപ്പെട്ടതാണ്. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും വിലപ്പെട്ടത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു മുറിവുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ടയേർഡാണ്, നിങ്ങൾക്ക് പിന്നെ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ നിങ്ങളെല്ലാവരും വിനോദിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. ദൈവം കൂടെ താല്പര്യം വിടുതലിനായി സ്തോത്രം. അദ്ദേഹം ഫാസ്റ്റ് ഹീലിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ചെറിയൊരു ഭാഗത്താണ് അദ്ദേഹത്തിന് വേദനയുള്ളത്. പക്ഷേ താൻ എത്രയോ നാളുകളായി ഇപ്പം റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ടായാൽ നമ്മുടെ എൻറ്റയർ ബോഡിയെ ബാധിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഇത് സൃഷ്ടിച്ചത് മനുഷ്യനല്ല, ഇത് സൃഷ്ടിച്ചത് ദൈവമാണ്. ഒരാമയും പറയാമോ? കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈവം കാണുന്നത് പോലെ നമ്മൾ കാണാൻ പഠിക്കണം. ദൈവം എന്താ സൃഷ്ടിയെക്കുറിച്ച് കാണുന്നത്? സൃഷ്ടിച്ചതിന് ശേഷം
മറ്റുള്ള വ്യക്തികളെ പോലെ അങ്ങ് തള്ളിക്കളയുക. എല്ലാവരും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവർക്ക് എന്താ പറയുന്നത്, വീടും താമസിക്കാൻ വീടൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല, ധരിക്കാൻ വസ്ത്രം ഉണ്ടാക്കി കൊടുത്തില്ല. പാപം ചെയ്തതിന് ശേഷമാണ് ദൈവം വസ്ത്രം ഉണ്ടാക്കി കൊടുത്തത്. അതിനു മുമ്പൊന്നും ദൈവം മനുഷ്യന് വീടോ വസ്ത്രമോ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. ദൈവം പറഞ്ഞു വാഴുവിൻ, അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നോട് ചിന്തിക്കുന്നുണ്ടോ, എന്നോട് ധ്യാനിക്കുന്നുണ്ടോ, അതോ സാധാരണ കേൾവിക്കാരെ പോലെ ഇരിക്കുകയാണോ? ആത്മാവിലാണോ നിങ്ങൾ ധ്യാനിച്ചു വരുന്നത്? ഇന്ന് ലോകം മുഴുവൻ ഓടുന്നത് എന്തിനു വേണ്ടിയാ? ലോകം മുഴുവൻ ഓടുന്നത് പാപത്തിൽ വീണതിന് ശേഷം മനുഷ്യൻ എന്തുണ്ടാക്കിയോ അതിന് പുറകെ ലോകം ഓടുന്നത്. എന്നാൽ ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ, നിന്നെ ഒഴിവാക്കിയപ്പോൾ ദൈവം ആദ്യം മനുഷ്യന് കൊടുത്തത് അധികാരമാണ്. ദൈവം അന്വേഷിക്കുന്നതും അത് തന്നെയാണ്. നീ ഉണ്ടാക്കുന്ന വീടോ, നീ ഉണ്ടാക്കുന്ന ബംഗ്ലാവോ, നീ ഉണ്ടാക്കുന്ന കാറോ, നിനക്കുള്ള ഭൗമിക നന്മകളോ, അതൊന്നും ദൈവത്തിൻ്റെ അന്വേഷണമല്ല. ദൈവത്തിൻ്റെ അന്വേഷണം എന്ന് മാത്രമേ ഉള്ളൂ. നിന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ നിനക്കൊരു അധികാരം തന്നിരുന്നു, അത് നിന്റെ കയ്യിലുണ്ടോന്നാ ചോദ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിന്നെ സൃഷ്ടിച്ചപ്പോൾ, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ നിനക്കൊരു അധികാരം തന്നിരുന്നു, ആ അധികാരം നിന്റെ കയ്യിലുണ്ടോ? രക്ഷിക്കപ്പെട്ട വ്യക്തി ഏക മനുഷ്യനാൽ പാപം കടന്നു വന്നു, ഏക മനുഷ്യനാൽ പാപം കടന്നു. രണ്ടാമത്തെ ആദമായ യേശുവിൽ കൂടി ആ പാപത്തെ പരിഹരിച്ച ശേഷം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, സ്നാനപ്പെട്ട, രക്ഷപ്രാപിച്ച പ്രിയമക്കൾ ആദമിൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് കടന്നുപോയി ചിന്തിക്കുകയാണെങ്കിൽ അതേ ആത്മീക അധികാരം കൈകാര്യം ചെയ്യുന്നവരാകണം ദൈവസഭയെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരാമേൻ പറയാമോ? കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇന്ന് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, വേർ ഈസ് മൈ അതോറിറ്റി വിച്ച് ഹാസ് ഗിവൻ ടു യു? ഞാൻ നിനക്ക് തന്ന അധികാരം ഇപ്പോൾ എവിടെയാണ്? സേ പ്രൈസ് ദി ലോർഡ്. ചില നാളുകൾക്ക് മുമ്പ് കയറുപുരത്ത് അയ്യപ്പ ടെമ്പിളിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു, ഒരു സഹോദരിയെ കാണാൻ കടന്നുപോയി. എന്നെ വിളിച്ചുകൊണ്ടൊരു സഹോദരൻ കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ കോലം വരച്ചിരിക്കുന്നത് കാണാനിടയെത്തുന്നു. അവിടെ വരച്ചിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ കടന്നു വന്ന സഹോദരൻ എന്നോട് പറയുക, പാസ്റ്ററെ അതിന് മേളിൽ കാൽ പേടിക്കേണ്ടി വരും. അധികാരമുള്ളവൻ ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. Praise the Lord. Praise the Lord. Praise the Lord. Thank you Jesus. കർത്താവിനെ കരങ്ങൾ ഉയർത്തി ആമേൻ പറയാമോ? Thank you Holy Spirit. Thank you Jesus. Praise you, praise you, praise you, praise you, praise you, praise you. Restore us back, O God. Restore us back, O God. ഞങ്ങളെ ആ പഴയ ആധിപത്യത്തിലേക്ക് ഞങ്ങളത് മടക്കി കൊണ്ടുവരണമേ. Praise God. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആമേൻ നമുക്ക് മുൻപോട്ട് കാണാം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദ ടോപ്പ് ക്ലാസ് പ്രയോറിറ്റിയിലാണ്. ടോപ്പ് ക്ലാസ് പ്രയോറിറ്റി. കറുത്തവനെന്നോ വെളുത്തവനെന്നോ സൗന്ദര്യമുള്ളവരെന്നോ സൗന്ദര്യമുള്ളവരെന്നോ ദൈവം നോക്കത്തില്ല. ഏത് ഗോത്രത്തിൽപ്പെട്ടവനും ദൈവം നോക്കത്തില്ല. ഏത് ജാതിയിൽപ്പെട്ടവനും ദൈവം നോക്കത്തില്ല. കർത്താവ് നോക്കുന്നത്, ഇഫ് യു ആർ എ ഹ്യൂമൻ, നീ മനുഷ്യനാണോ, ആദമിൻ്റെ സന്തതിയിൽപ്പെട്ട വ്യക്തിയാണോ, നിന്റെ കയ്യിലൊരു അധികാരമുണ്ട്. ഒരാമയും പറയാമോ? സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യൻ്റെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. അതാണ് സത്യം. മനുഷ്യൻ്റെ മനസ്സിനെ എന്ത് ചെയ്ത് കളഞ്ഞു? എന്നാൽ ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന ഈ വചനത്താൽ ആ മനസ്സിൻ്റെ കണ്ണുകളെ ദൈവം തുറക്കുകയാണ്. മനസ്സിൻ്റെ കണ്ണുകളെ തുറന്നാൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആത്മീക അധികാരത്തെ എന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഭൂമിയിൽ സകലത്തെയും ദൈവം സൃഷ്ടിച്ച് ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം പറയുക, മോനെ സകലത്തിന്മേലും വാഴുവിൻ, റൂൾ ഓവർ എവറിത്തിങ്. എന്നാ പവർഫുൾ വേർഡാ അത്, റൂൾ ഓവർ എവറിത്തിങ്. കർത്താവേ, നീ എന്താ പറയുന്നത്? നീ അല്ലേ റൂൾ ചെയ്യണ്ടേ? അതെ, ഞാൻ തന്നെ റൂൾ ചെയ്യണ്ട. പക്ഷേ ഇപ്പോൾ ഞാൻ നിനക്കത് കൈമാറുകയാണ്. റൂൾ ഓവർ എവറിത്തിങ്. എന്തിൻ്റെ മേലാ റൂൾ ചെയ്യണ്ടേ? വാക്യത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, സമുദ്രത്തിലെ മത്സ്യത്തിന്മേൽ, ആകാശത്തിലെ പർവ്വജാതിന്മേൽ, മൃഗങ്ങളിന്മേൽ, സർവഭൂമിയിന്മേൽ, ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന സെക്കൻഡ് ക്വാളിറ്റി ഉള്ളതാണോ? ദൈവത്തിൻ്റെ കൽപ്പന ബലഹീനമായി പോകുന്നതാണോ? ദൈവം പറഞ്ഞ വാക്ക് പാഴായി പോകുന്ന വാക്കാണോ? നോ, നെവർ, നെവർ. അമേരിക്കൻ പ്രസിഡന്റ് വാക്ക് മാറും,
ലോകരാജ്യങ്ങൾ മുഴുവൻ യുദ്ധത്തിൻ്റെ ഇപ്പോൾ എഡ്ജിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എന്താണ് സംഭവിച്ചത്, പാലസ്തീൻ എന്താ സംഭവിക്കുന്നത്, ലബനോൻ എന്താ സംഭവിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ലോകം അതിൻ്റെ എഡ്ജിൽ നിൽക്കുകയാണ്. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ദൈവം തൻ്റെ ജനത്തെ ഈ ലോകത്ത് ഇപ്പോഴും സൂക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവം, സൈന്യങ്ങളുടെ യഹോവയാകുന്ന ദൈവം, സ്തോത്രം, ഈ ദൈവം പാഴ്വാക്ക് പറയില്ല, വെറും വാക്ക് പറയില്ല. കർത്താവ് പറഞ്ഞാൽ പറഞ്ഞതാണ്. അവൻ ഭൂമിയിൽ മേൽ വാഴട്ടെ. നിങ്ങൾക്കറിയാം, ഈ വചനം വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ഭയങ്കര ഡിസ്കഷന് ശേഷം ആ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. പെട്ടെന്ന് ദൈവത്തിന് തോന്നിയിട്ട് അങ്ങ് ഉണ്ടാക്കിയതല്ല. ലെറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം എന്ന് പറയുമ്പോൾ പിതാവെ, പുത്രനെ, പരിശുദ്ധാത്മാവെ, ത്രിയേക ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ. അതിന് ഇംഗ്ലീഷിൽ മറ്റൊരു വാക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്യാരക്ടറിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ലെറ്റ് us make man in our character. അപ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്നത് ക്യാരക്ടർ ഓഫ് ഗോഡ് ആണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹം വന്നേ? ഫ്രം വേർ ഇറ്റ് കം? എവിടെ നിന്നാ നിങ്ങൾക്ക്? നിങ്ങൾ എൻ്റെ പപ്പ ഭയങ്കര സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് സ്നേഹം വന്നെന്നാണ്? നോ. എവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്നേഹം വന്നേ? ദൈവം സ്നേഹമാകുന്നു. ആ ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ, ദാറ്റ് ഈസ് വൈ ബൈബിൾ സേസ് ക്യാരക്ടർ ഓഫ് ഗോഡ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമല്ല, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് വേദഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാകും. ആമേൻ. നമുക്ക് വേദഭാഗം വായിക്കാം. സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായം 4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചേ. സാംസ് ചാപ്റ്റർ 8 വേഴ്സ് 4 ഓൺവേഴ്സ്. സങ്കീർത്തനം 8-ാം അധ്യായം അതിൻ്റെ 4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാമോ? ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻ ദ ബൈബിൾ. ദൈവവചനത്തിനകത്ത് എന്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ്. വായിച്ചോ 8-ന്റെ 4-ാമത്തെ വാക്യം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ, ആരെ? മർത്യനെ. നീ മർത്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് മലയാളം ട്രാൻസ്ലേഷൻ പറയുമ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് യു മെയ്ഡ് ഹിം ലിറ്റിൽ ലോവർ ദാൻ ദ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് എങ്ങനെയാണ്? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത്. നീ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. A little lower than angels. Say praise the Lord. Hallelujah. താഴ്ത്തി അവനെ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഇവിടെയും ദൈവം മനുഷ്യന് കൊടുത്തത് വീടോ കാറോ ബംഗ്ലാവോ വസ്ത്രമോ അല്ല. ഇവിടെയും ദൈവം അവന് കൊടുത്തത് തേജസ്സും ബഹുമാനവുമാണ്. ദൈവം ഇന്ന് പകൽ നിനക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഈ തേജസ്സും ബഹുമാനവുമാണ് നിന്റെ മേലും പകരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു തേജസ്സും ബഹുമാനവും നിങ്ങളെ അണിയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ആമേൻ, ക്രൗണ്ട് ഹിം. ക്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയുടെ മുകളിൽ വെച്ച് ഒരു കിരീടം വെച്ചുകൊണ്ട് എങ്ങനെ നിന്നെ ഹോണർ ചെയ്യാമോ അങ്ങനെ ഹോണർ ചെയ്യുന്നൊരു ദൈവത്തെയാണ് റുഫസ്. ഹല്ലേലൂയ. എവിടെ നിനക്ക് ആമേൻ ഒരു എന്താ ചെയ്യുന്നത്? ക്രൗൺ തരാമോ, അലങ്കരിക്കാമോ? ആ അലങ്കരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സേ പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമ്മൾക്കൊരു അലങ്കാരം വേണമെങ്കിൽ ലെറ്റ്സ് ഹോണർ ദിസ് ഗോഡ്. ഈ ദൈവത്തെ നമ്മളൊന്ന് അലങ്കരിച്ച് എന്ത് ചെയ്താൽ മതി? ക്രൗൺ ഹിം, ഹി വിൽ ക്രൗൺ യു. സേ ഹല്ലേലൂയ. കരങ്ങളുയർത്തി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. അപ്പോൾ ദൈവം മനുഷ്യനെ അലങ്കരിക്കും, അല്ലെങ്കിൽ അണിയിക്കും. അത് തൊട്ട് താഴത്തെ വാക്യം കൂടെ വായിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സങ്കീർത്തനകാരൻ പറയുകയാണ്, ആമേൻ, യു മെയ്ഡ് ഹിം ടു ഹാവ് ഡൊമിനിയൻ ഓവർ ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്. ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തിയല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു സൃഷ്ടി ഈ ഭൂമിയുടെ പരപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചതാ? Is there anything is there? ദൈവത്തിന്റെ സൃഷ്ടിയിൽ പെടാത്ത എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം മനുഷ്യനെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സകല പ്രവർത്തികൾക്കും അധിപതിയാക്കിയിട്ടാ. സേ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സകല പ്രവർത്തികൾക്കും
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത് ചില ഉത്തരവാദിത്വ തോട്ടം കാൽപ്പാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അധികാരം ഇപ്പോൾ എൻ്റെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ, ആമേൻ. ഞാൻ ആ തോട്ടത്തിലെ യജമാനനായിട്ടാണ് ദൈവം എന്നെ ഇപ്പോൾ ആക്കി വച്ചിരിക്കുന്നത്. ആക്ച്വലി ആ തോട്ടത്തിൻ്റെ യജമാനൻ സ്വർഗത്തിലെ ദൈവമാണ്. പക്ഷേ ഇപ്പോൾ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുകയാണ്, ആ തോട്ടത്തിൻ്റെ അധിപതിയാക്കി വച്ചിരിക്കുന്നു. ഇന്ന് പല ദൈവമക്കളും ആ തോട്ടത്തിൽ കൂലിവേലക്കാരെ പോലെയാണ്. ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് തോട്ടത്തിലെ വേലക്കാരെ പോലെയല്ല, യജമാനനായിട്ടാണ് ആക്കി വച്ചിരിക്കുന്നത്. ഒരാമയും പറയാമോ? നിങ്ങളുടെ ദേശത്തുള്ള, നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങളുടെ ഭവനത്തിലുള്ള, ചുറ്റുവട്ടങ്ങളിലുള്ള യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഏവർക്കുമുള്ള സ്ഥാനം തോട്ടത്തിലെ വേലക്കാരന് തുല്യമാണ്. എന്നാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച പ്രിയപ്പെട്ട ദൈവജനത്തിന് ദൈവം കൊടുക്കുന്നത് ആ തോട്ടത്തിലെ യജമാനന്റെ പൊസിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പകരക്കാരായി നിങ്ങൾ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പകരം ദൈവം പറയുക, മോനെ എനിക്ക് പകരം നീ അവിടെ നിൽക്ക്, എനിക്ക് പകരം നീ. മനുഷ്യന്റെ ദൈവമുണ്ടാക്കിയ സകല പ്രവർത്തികൾക്കും മനുഷ്യനെ ദൈവം അധികാരിയാക്കി വെച്ചു. മനുഷ്യനെ ദൈവം അധികാരിയാക്കി വെച്ചു. ഹീസ് എ ടോപ്പ് പ്രയോറിറ്റി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ടോപ്പ് പ്രയോറിറ്റിയോട് കൂടിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഹൈ ക്വാളിഫൈഡ് പേഴ്സണായിട്ടാണ്. അതേപോലൊരു ഫാക്ടറി ലോകത്തിലുണ്ടാകത്തില്ല. 120 ഫാക്ടറി ഒരേ സമയം തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നു. 120 എഞ്ചിൻസ് വർക്കിംഗ് ഇൻ ദ ബോഡി. 120 ഫാക്ടറികൾ നമ്മുടെ ശരീരത്തിനകത്ത് 24 hours വർക്ക് ചെയ്യുന്നു. അത് നമ്മളെവിടെ അറിയുന്നു? നമ്മൾ അറിയുന്നത് എന്താ? വി ഡോണ്ട് നോ എനിത്തിങ്. നമുക്കറിയില്ല. ഇതിനകത്ത് ഒരു എഞ്ചിൻ പോലും നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല. ഒരു എഞ്ചിൻ്റെ ശബ്ദം മാത്രം ഉണ്ടോ എന്ന് നമ്മൾ പോയോന്നറിയാനായിട്ട് ഡോക്ടർമാരെ കയ്യിലൊന്ന് പിടിച്ചു നോക്കും. അതൊരു എഞ്ചിൻ്റെ ശബ്ദമാണ്. പൾസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാർട്ട്. എവിടെങ്കിലും തൊട്ട് നോക്കിയാൽ അറിയാം, ഈ ഫാക്ടറി നിന്നു, അല്ലെങ്കിൽ ദിസ് ഫാക്ടറി. നിങ്ങളുടെ നല്ല കാലായിരിക്കും, നല്ല കൈയായിരിക്കും, നല്ല കണ്ണായിരിക്കും, എല്ലാം നല്ലതായിരിക്കും. പക്ഷേ ഒരു ഫാക്ടറി പ്രവർത്തനം നിർത്തിയാൽ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഫാക്ടറികളെയും അത് ബാധിക്കും. ഇറ്റ്സ് ഇൻ്റർ കണക്റ്റഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആഴം നമുക്കറിയില്ലെന്നേ. നമ്മൾ ആരാന്നറിയാമോ? നെഞ്ചും വിരിച്ച് നടക്കുന്ന നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യമാണ്, ദൈവത്തിൻ്റെ മക്കൾ ബഹുമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം. പക്ഷേ അഹങ്കാരം പാടില്ല. ദൈവത്തിന് സ്തോത്രം. രാമയും പറയാമോ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വചനത്തിൻ്റെ സീരിയസ്നെസ്സിലേക്ക് വരികയാണ്. നിങ്ങൾ സാവധാനം എന്നോട് ഫോളോ ചെയ്യണം. യു പ്ലീസ് ഫോളോ മീ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാര്യങ്ങൾ എഴുതി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ സൃഷ്ടിയിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, ലിറ്റിൽ ലോവർ ദാൻ ഏഞ്ചൽസ്. അതെത്ര വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയില്ല. ഓൺലി ഗോഡ് ക്യാൻ എക്സ്പ്ലെയിൻ മീ. ദൈവത്തിന് മാത്രമേ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വചനം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. ഒരാമയും പറയാമോ? എന്നിട്ട് ഈ ദൂതന്മാരെ നമ്മുടെ സേവകാത്മാക്കളാക്കി തന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭയങ്കര ഗെയിമായത്. ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനാണെങ്കിൽ ഞാൻ നിങ്ങളെ സെർവ് ചെയ്യുന്നവനാകണം. ഞാൻ നിങ്ങളെ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നതുപോലെയാണ് ദൈവിക സിസ്റ്റം. ദൂതന്മാർ നമ്മളെക്കാൾ ഹൈ ക്വാളിറ്റിയുള്ള, പക്ഷേ അവരെ നമ്മുടെ ദാസന്മാരാക്കി തന്നു. സെർവൻ്റ് ഹുഡാക്കി ദൈവം തന്നു. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ആരും അഹങ്കരിക്കാതിരിക്കാനാ. ദൂതന്മാർക്കും അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ മനുഷ്യൻ്റെ ബലഹീനനായ മനുഷ്യൻ്റെ കീഴിൽ ഹൈ ക്വാളിറ്റി ആക്കൾ MSc MEd മാസ്റ്റർ കോഴ്സൊക്കെ എടുത്തവരെ 10ാം ക്ലാസ് പഠിച്ചവരുടെ ഫാക്ടറി കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. MS-ഉം B.Ed-ഉം മാസ്റ്റർ കോഴ്സൊക്കെ എടുത്തു, പക്ഷേ അവർ ജോലി ചെയ്തത് 10ാം ക്ലാസ് തോറ്റവൻ്റെ ഫാക്ടറിയിലാണ്. അതിൻ്റെ അർത്ഥം ഹി ഷുഡ് നോട്ട് എന്ത് ചെയ്ത്. ഇതുപോലെ മനുഷ്യനേക്കാൾ ഉയർന്നതാണ് ദൂതന്മാർ, പക്ഷെ ദൈവം അവരെ ആക്കി വെച്ചത് നമ്മുടെ സേവകാത്മാക്കളായി.
അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ അത്ര ക്വാളിറ്റി ആയിട്ട് കാണുന്നു എന്നർത്ഥം. യു ആർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓഫ് ഗോഡ്. ഞാനിപ്പോൾ ഒരു സ്പെക്സ് ഞാൻ രൂഫസിന് കൊടുക്കുക. രൂഫസേ, ഐ എം ഗിവിങ് യു സ്പെക്സ് കൊടുത്ത് അടുത്ത ആഴ്ച വരുമ്പോൾ കൊണ്ടുവരണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും, മോനെ സ്പെക്സ് എന്തെന്ന് ചോദിക്കും. യെസ് ഓർ നോ? കാരണം ഇതെനിക്ക് ഭയങ്കര വിലപ്പെട്ടതായതുകൊണ്ടാണ് ഞാനിത് കൊടുക്കുക. എന്നതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ പുറകിൽ ദൈവം നടക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും വിലയുള്ളത് മനുഷ്യനാണ്. അതുകൊണ്ടാണ് നിന്റെ പുറകിൽ യേശുവിൻ്റെ രക്തവും പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് തന്നേ. പുതിയ നിയമ സുവിശേഷം, കൃപ, യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ നാമം, പിന്നെന്താ യേശുവിൻ്റെ പേര്, പിന്നെന്താ സ്വർഗീയ അനുഭവം, പിന്നെന്താ കാൽവരി ക്രൂശിലൂടെ രക്ഷ. എന്തെല്ലാം മാനവജാതിക്ക് ദൈവം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുക. വാട്ട് ഈസ് ദ റീസൺ? വൈ? എന്താ തന്നതിൻ്റെ അർത്ഥം? കാരണം നീയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ ടോപ്പ് ക്ലാസ്. എങ്ങനെയെങ്കിലും തിരിച്ചു നേടണമെന്നുള്ള വാശിയാ ദൈവത്തിന്. അത് ദൈവം ചെയ്യുകയും ചെയ്യും. സേ പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. അത് ദൈവം ഏതറ്റം വരണം, ഇപ്പോൾ ഏതറ്റം വരണമെങ്കിലും പോകും. നിനവയെ ദൈവം രക്ഷിക്കാൻ ഒരു യോനാ പ്രവാചകനെ സമുദ്രത്തിൽ എറിയുവാൻ കൽപ്പന കൊടുത്തവനാണ് നമ്മുടെ ദൈവം. നിനവെ പട്ടണത്തോട് ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ പ്രവാചകന്റെ ജീവിതം പോയാലും ദൈവത്തിന് പ്രശ്നമല്ല. എൻ്റെ ജനത്തെ എനിക്ക് മടക്കിയെടുക്കണം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. നിനവെ പ്രവാചകരുടെ നിങ്ങൾ ചിന്തിക്കണമേ, ഈ പട്ടണത്തിൽ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നവരൊന്നും വിശ്വാസികളൊന്നുമല്ല. അവരും യഹോവയോട് നിലവിളിക്കുന്നു. വചനം വായിക്കുമ്പോൾ അറിയാം, അവർ യഹോവയോട് നിലവിളിക്കുക. യഹോവ ആരെന്ന് പോലും അറിയാത്ത യഹോവയോട് നിലവിളിക്കുക. ഞങ്ങൾ എന്തുവാ ചെയ്യണ്ടേ? ഉടനെ ശബ്ദം വന്നു, ഇവനെ എടുത്ത് കടലിൽ എറിഞ്ഞേരെ, നടുക്കടലിൽ എറിഞ്ഞേരെ. യോന തന്നെ പറയുക, ഞാനാണ് നിങ്ങളുടെ പ്രശ്നം, ഈ കാറ്റിൻ്റെ പ്രശ്നം ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, എന്നെ എടുത്ത് എന്ത് ചെയ്യുക? എടുത്ത് നടുക്കടലിൽ എറിഞ്ഞേരെ. ഐ ആം റെഡി. എനിക്കിനി അങ്ങോട്ട് പോയി ശുശ്രൂഷ, അത്രത്തോളം കഠിനമാറിയ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ച് എനിക്കത് പറ്റില്ല. എന്നെ കടലിൽ എറിഞ്ഞേരെ. ലെറ്റ് മീ ഫിനിഷ്. ഈ കടലിനകത്ത് തന്നെ ഞാൻ സമാധിയായിക്കോട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ഒരു സമുദ്രത്തിൽ ഒരു തിമിംഗലത്തോട് ദൈവം കൽപ്പിച്ചാക്കിയിരുന്നു. ഒരു തിമിംഗലത്തോട് ദൈവം കൽപ്പിച്ചാക്കരുത്. എന്തിനാ? നീ പോയി യോനയെ സോളോ ചെയ്യണം. യോനയെ സോളോ ചെയ്തിട്ട് അതിനെ കരയ്ക്ക് ഛർദ്ദിക്കണം. എന്നിട്ട് അവനോട് അവൻ ആ യോനെ ആ തിമിംഗലത്തിൻ്റെ അകത്ത് കിടന്നവൻ അയ്യം വിളിക്കുകയാ. എന്തോ അയ്യം വിളിക്കുന്നേ ആ പുസ്തകത്തിനകത്തുണ്ട്. അയ്യം വിളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലം അങ്ങനെയാ. നമ്മൾ നേരെ ചൊവ്വയെ പറഞ്ഞാലൊന്നും ചിലർ കേൾക്കില്ല. ചിലർ അയ്യം വിളിക്കുമ്പോഴാണ് ദൈവത്തെ. അതാണ് സത്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ ദോഷത്തിനല്ല, നന്മയ്ക്ക് വേണ്ടിയാ. അയ്യം വിളിക്കുക. അകത്തുകൂടെ ചത്തെന്ന് പറയാം. ജീവൻ പോയിട്ടെന്ന് അതല്ലേ യോന തീരുമാനിച്ചേ. ലെറ്റ് മീ ഫിനിഷ് ചെയ്യാം. ഞാൻ ഇവിടെ തന്നെ നിന്നോട് നിങ്ങളുടെ കടലിൽ എറിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ജേർണി അല്ലേ, നിങ്ങൾ സമാധാനത്തോടെ പൊയ്ക്കോ. എന്നെ നടുക്കടൽ കളഞ്ഞേരെ, ആരും കാണത്തില്ലല്ലോ, ആരും അറിയത്തില്ലല്ലോ. അങ്ങനെ നടുക്കടലിലെടുത്ത് കളഞ്ഞു. അവർ മനസാക്ഷിയുള്ളവരായിരുന്നു. അവർ ദൈവത്തോട് ചോദിച്ചു, ചെയ്യണോ? എന്നിട്ട് പറയുക, ദൈവം ഞങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ട് ഞങ്ങൾ അനുസരണക്കേട് കാണിച്ച് ഞങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾ നിന്നെ എടുത്ത് വെള്ളത്തിലെറിയുക. ആ വാക്ക് പറഞ്ഞിട്ടാ, കൺഫസ് ഒക്കെ ചെയ്തിട്ട്, എഗ്രിമെൻ്റ് ഒക്കെ ചെയ്തിട്ടാ, മുദ്രപത്രത്തിലൊക്കെ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടാ യോനെ എടുത്ത് കടലിയിട്ടെ. വെറുതെ ഒന്നുമല്ല, രാമയും പറഞ്ഞാട്ട് കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. കാരണം നിനവേ പട്ടണത്തിൽ ചില മനുഷ്യരുണ്ട്. ദൈവം പറയുക, അന്നേരം നീ തിമിംഗലത്തിൻ്റെ അത് കടന്നോ, കുഴപ്പമില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നീ മടങ്ങി വരും. എന്നിട്ട് നീ പോയി ഒറ്റ പ്രസംഗം, അധികമൊന്നും പ്രസംഗിക്കണ്ട, ഒറ്റ പ്രസംഗം പ്രസംഗിച്ചാൽ മതി. പട്ടണം മുഴുവൻ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് സന്തോഷമായി. വരാൻ പോയിരുന്ന അനർത്ഥത്തെ ദൈവം മാറ്റി. പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടപ്പോൾ, ജനം മടങ്ങി വന്നപ്പോൾ ദൈവം തീരുമാനം മാറ്റിയില്ലേ? ജനം മടങ്ങി വന്നപ്പോൾ ദൈവം തീരുമാനം മാറ്റിയില്ലേ? കരങ്ങൾ ഇത് രാമയും പറഞ്ഞാട്ട്, ഇന്ന് നീയും മടങ്ങി വന്നാൽ ചില തീരുമാനങ്ങൾ ദൈവം മാറ്റും. ദൈവം തീരുമാനം മാറ്റത്തില്ലേ? മാറ്റും. നീ മടങ്ങി വന്നാൽ ദൈവം തീരുമാനം മാറ്റും. യെസ്. സേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പ്രവചനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. Thank you, Holy Spirit. Thank you, Jesus. I am entering to the main part. Thank you, Holy Spirit.
ഷാബ്രസ്മാനിയ റൗട്ട്. എല്ലാവരും അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്. റൗഷ്മന ലഗലഗതിരിബിരി ഖമന ബഡലഗബലഗതിരിബിരി ഖമന ബഡലഗബലബഡലഗബലഗതിരിബിരി ഖമന ഗഡലഗബലഗതിനിയ അൽഖറാ ലഗലഗതിരിബിരി ഖമാന ഗഡലഗബലഗതിരിബിരി അംധറാ ഡലഗബലഗതിരിബിരി അംധറാ ലബസ്തിനി ഉഡലഗലഗഡലഗബലഗതിരിബിരി ഖമന ഗജലഗഡലഗബലഗതിരിബിരി അംധറാ ലബഡലഗബലഗതിരിബിരി ഖമന ഗഡലഗബദിരിയ. ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന ബോധ്യമുള്ളവർ ഒരു പ്രസംഗമായിട്ട് ഇതിനെ കളയാതെ, ഇതിനൊരു വചനമായി, ജീവനുള്ള വചനമായി ഏറ്റെടുത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് അത് ക്രിയ ചെയ്യാൻ ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഹൃദയത്തോട്, എൻ്റെ ആഴത്തോട് സംസാരിക്കും. ഷാബ്രസ്മാനിയ 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 ഷാബ്രസ്മാനിയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. Take me to the deep, God. Take me to the deep, 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 deep. Oh, shmana bala 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 bala. പലരും മടങ്ങി വരാത്തതിൻ്റെ കാരണം പല ദുരന്തങ്ങൾ പലയിടങ്ങളിൽ സംഭവിക്കുന്നു. ദൈവം ആലോചന അറിയിക്കാഞ്ഞിട്ടല്ല, ആലോചന അറിയിച്ചിട്ട് മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വരാഞ്ഞത് മുഖാന്തരം പല ദുരന്തങ്ങൾ പല സ്ഥലത്ത് സംഭവിക്കും. മടങ്ങി വന്നാൽ ജനം സകലതും ക്ഷമിക്കും, ദൈവം സകലതും ക്ഷമിക്കും. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. മടങ്ങി വന്നാൽ ദൈവം സകലതും ക്ഷമിക്കും. ഓരോ ദൂതുകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ഓരോ ആലോചനകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസനുണ്ട്. ആ ദേവദാസൻ്റെ വീട്ടിൽ ഞാനൊരു ദിവസം വിസിറ്റിങ്ങിന് കടന്നു ചെന്നപ്പോൾ ആ ദേവദാസൻ്റെ ഭവനത്തിനകത്ത് തമിഴ്നാട്ടിൽ നിന്നൊരു ആൻറ്റി കടന്നു വന്നു. ആൻറ്റി കടന്നു വന്ന ആൻറ്റി അന്ന് ഇപ്പോൾ ഒരു 4-5 വർഷമായി അന്ന് എന്നോട് പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം ഇതാണ്. ആ ആൻറ്റിയുടെ യൗവന പ്രായത്തിൽ ആ ആൻറ്റിക്കൊരു ഭയങ്കര മാരകമായ രോഗമുണ്ടായി. ആ മാരകമായ രോഗമുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തനിക്ക് വെളിപ്പെടുത്തി ആ രോഗത്തിൻ്റെ റീസൺ. വിശ്വാസി അല്ലാത്തൊരാൻറ്റി, അന്ന് വിശ്വാസത്തിലല്ല. മാരകമായൊരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു ദൈവദാസൻ ആ ഭവനത്തിൽ കടന്നു വന്ന് ദൈവാലോചന പോലെ 1-2 ആലോചനകൾ അറിയിച്ചു. ആലോചന അറിയിച്ചതിന് ശേഷം ആ ദൈവദാസൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ ആലോചന കേട്ട ഈ ആൻറ്റിക്ക് പിന്നെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. തനിക്ക് അതിനോട് പ്രതികരിക്കണം. ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ താൻ പ്രതികരിക്കാൻ തയ്യാറായി. താൻ ഓടിപ്പോയി അവിടെയുള്ള ഒരു ചർച്ചിൽ കടന്നുപോയി പറഞ്ഞു, എനിക്ക് ഒരു പാസ്റ്റർ കടന്നു വന്ന്, നിങ്ങൾക്കാർക്ക് അറിയാമോ, ഒരു പാസ്റ്റർ കടന്നു വന്ന് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു ആലോചന പറഞ്ഞിട്ട് പോയി. എനിക്ക് ഇത്ര വർഷമായി എനിക്ക് അസുഖമാണ്, എനിക്ക് ഈ അസുഖം സുഖമാകുന്നില്ല, എനിക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്കൊരു വിടുതൽ വേണം. ഒരു ചർച്ചിൽ കടന്നുപോയി. ചർച്ചിൽ ഇൻഫർമേഷൻ കിട്ടി. ചർച്ചിലെ ദേവദാസൻ ഒരു ആത്മീക ശുശ്രൂഷനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഈ സഹോദരിയെ കൂട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി ഒരുക്കുക, നിന്റെ പ്രശ്നത്തിന് പരിഹാരമാകാൻ ഞാൻ മറ്റൊരു ഓപ്ഷൻ പറയുന്നു. 21 days ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. 21 ദിവസം ഈ സഭയിൽ നിനക്ക് വേണ്ടി മാത്രം ഉപവാസവും പ്രാർത്ഥന നടക്കുകയാണ്. നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ സഹോദരി പറഞ്ഞു, ഇത് 2ാമത്തെ ഡയറക്ഷനാണ്. 1ാമത്തെ ഡയറക്ഷനാണ് പ്രവാചകൻ പറഞ്ഞു. 2ാമത്തെ ഡയറക്ഷൻ പറയുന്നു, ദൈവാസ്തം പറയുന്നു, 21 ദിവസം എനിക്ക് വേണ്ടി മാത്രം ഈ സഭയിൽ. അങ്ങനൊരു കാലമുണ്ടായിരുന്നു കേട്ടോ. ഒരു കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ സഭ ഒരുമിച്ച് 21 days ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. ഒരു സഹോദരന് പ്രശ്നം വരുമ്പോൾ സഭ ഒരുമിച്ച് 3 ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു. സഭയിൽ ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്യുമായിരുന്നു. നിനവേ പട്ടണത്തോട് ദൈവം സംസാരിച്ചപ്പോൾ അവർ രട്ടിലും കണ്ണീരിലും ഇരുന്ന് വെണ്ണീരിലും ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പനും അമ്മയും മാത്രമല്ല, കുഞ്ഞു കുട്ടികൾ സഹിതം. ദൈവം തീരുമാനം മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മാതാവിൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി. 21 days സഭയിൽ ആര് ബന്ധമല്ല, വിജാതിയായ ഒരു സഹോദരിക്ക് വേണ്ടി ഒരു മാന്യമായൊരു സഭ 21 days ഓഫ് ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്യുന്നു. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 21ാം ദിവസമായപ്പോൾ ആൻറ്റിക്ക് കർത്താവിൻ്റെ കൃപയാൽ സൗഖ്യം കൊടുത്തു, വിടുതലായി, സമാധാനം കൊടുത്തു, മറുപടി ദൈവം കൊടുത്തു. ദൂതിനോട് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. 70ാമത്തെ വയസ്സിലാണ് 22ാമത്തെ വയസ്സിലാണ് ഈ സംഭവം ഉണ്ടായത്. 70ാമത്തെ വയസ്സിലാണ് ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. ഇന്ന് വരെ ആ സഹോദരിക്ക് ആ രോഗം വന്നിട്ടില്ല. ഞാൻ പാഴ്വാക്ക് പറയുന്നതല്ല, നേരിട്ട് കേട്ട സാക്ഷ്യത്തിന് പറയുക.
മാനസാന്തരപ്പെടാനും ദൈവാലോചന കേട്ട് ഈ ദിവസങ്ങളിൽ ഒരു പ്രവാചകൻ നോക്കിക്കേ, ഈ ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനും അഗ്രഗണ്യ പ്രവാചകനായിരുന്നു മോശ. അതിലും ശ്രേഷ്ഠനായിരുന്നു യോന. ദൈവം നേരിട്ട് സംസാരിച്ച പ്രവാചകന്മാരാണ്. ഇന്നൊരു ദൂത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും അതിനോട് റിയാക്ട് ഫാസ്റ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? പലരുടെയും ജീവൻ നഷ്ടമാകുന്നു. ഇറ്റ്സ് ഡേഞ്ചറസ്. നീ മനുഷ്യപുത്രനാണെങ്കിൽ അധികാരം നിനക്കുണ്ട്. മനുഷ്യപുത്രനാണെങ്കിൽ അധികാരം നിനക്കുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, തിരുഹിതത്തെ മാറ്റാൻ പറ്റുമോ? വായിക്കാം, മലാക്കി 3:6 വായിച്ചു. മലാക്കി 3:6 പെട്ടെന്ന് വായിക്കണം. യഹോവയായ ഞാൻ മാറാത്തവൻ. ദൈവം തീരുമാനമൊക്കെ പറയും. യഹോവയായ ഞാൻ മാറാത്തവൻ. യാക്കോബ് 1:17. യാക്കോബ്, പുതിയ നിയമത്തിലെ യാക്കോബ് 1:17. ഇവിടെ പറയുന്നു, മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. അർത്ഥം എന്തുവാ? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതൊന്നും മാറത്തില്ല. യാക്കോബ് 1:17 വായിച്ചോ. എല്ലാ നല്ല ദാനവും ഇറങ്ങി വരുന്നു. അവന് വികാരമോ ആച്ഛാദനമോ. Every good gift and every perfect gift is from above and comes down from the Father of light, with whom is no variableness. മാറ്റമില്ലാത്ത ദൈവം. ഈ ദൈവത്തെക്കുറിച്ച് പറയും, ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. യഹോവയായ ഞാൻ ദൈവം മാറാത്തതാണ്. പുറപ്പാട് പുസ്തകം 32:14 വായിച്ചേ. അവിടെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം പറയുന്നുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 32. എല്ലാവരും ബൈബിൾ എടുത്ത് പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ. എക്സോഡസ് 32:14. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഒരനർത്ഥം വരാൻ പോവുകയാണ്. അപ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ മോശ അങ്ങ് ഇടയ്ക്കങ്ങോട്ട് കയറി നിന്നു. മോശ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ. മോസസ് സ്റ്റുഡ്, ഇടയ്ക്കങ്ങോട്ട് കയറി നിന്നിട്ട് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുക, മോശ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി. ഹലോ 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 ദൈവമേ, എന്തിനാ കോപിക്കുന്നേ? വൈ ആർ യു ആംഗ്രി? അതിൻ്റെ അർത്ഥം എന്താ? ദൈവം കോപിച്ചപ്പോൾ ദൈവത്തോട് മറുചോദ്യം ചോദിക്കുന്ന മോശ. അപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഫീൽഡിൽ, ഈ ശുശ്രൂഷ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ആക്കി വെച്ചത് നീയാ. കാര്യം ശരിയാ, പക്ഷേ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ പെർമിഷൻ വേണം. നീ എന്നെ ഏൽപ്പിച്ച ജനമല്ലേ, നീ അവരെ അടിക്കുന്നതിന് മുമ്പിട്ടേ നീ എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ. പക്ഷെ നിന്നോട് എനിക്കൊരു ചോദ്യമുണ്ട്. എന്തോ? നീ എന്തിനാ കോപിക്കുന്നേ? നീ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവർ മരുഭൂമിയിൽ പട്ടുപോയെന്ന് ജാതികൾ പറയേണ്ടതിനാണോ നീ ഇവരെ കൊണ്ടുവന്നേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധികം ഡിസ്കഷൻ ദൈവം പോയില്ല. ദൈവം മോശെ നീ കൊണ്ട് മാറി നിൽക്കടാ, ഞാൻ ചെയ്യാണോ ഞാനങ്ങ് ചെയ്യട്ടാ എന്നും ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, ഓക്കെ, ഐ അഗ്രീഡ്. ഞാൻ നിന്റെ വാക്കിന് കൂടെ നിൽക്കാമെന്ന്. ഇന്നേ ശ്രദ്ധിക്ക്, ദൈവം ഏത് കപ്പാസിറ്റിയിലാണ് മോശ ദൈവത്തോട് തിരിച്ചു പറയുന്നത്? നീ എന്തിനാ ഇങ്ങനെ കോപിക്കും ദൈവമേ? നീയല്ലേ അവിടെ കൊണ്ടുവന്നത്, നീയല്ലേ എന്നെ ശുശ്രൂഷനാക്കിയത്, പിന്നെ അവരെ കോപിക്കുന്നേ? അവരെ എന്നെ ഏൽപ്പിച്ച ജാതികൾ എന്തെങ്കിലും പറയത്തില്ലേ? ദൈവത്തിനത് അറിയാഞ്ഞിട്ടാ? ദൈവത്തിന് എല്ലാം അറിയാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു, ഇതേപോലൊരുവനെ എനിക്ക് ഇന്നത്തെ തലമുറ വേണം, അധികാരം കൈകാര്യം ചെയ്യുന്നവനെ വേണമെന്ന്. ചുമ്മാ പാട്ടും പാടി നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചേ. നിന്റെ ദേശത്ത് ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ നിന്നോട് ആദ്യം അറിയിക്കണം ദൈവം.
സഭയിലൊരു കാര്യം ചെയ്യുമ്പോൾ ദൈവം നിന്നോട് അറിയിക്കണമെന്ന് ഡിമാൻഡ് വെക്കണം കർത്താവിനോട്. ചുമ്മാ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് എന്തോ പ്രയോജനം? ആർക്കാ പ്രയോജനം? ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടായില്ല, തലമുറയ്ക്ക് പ്രയോജനമായില്ല. മുമ്പോട്ട് വായിക്കുമ്പോൾ ഡീപ്പൊക്കെ മനസ്സിലാവും കേട്ടോ. ഇവിടെ വന്ന് പറയാം, മോശ ദൈവത്തോട് പറയാം, കർത്താവേ കാര്യമൊക്കെ ശരിയാ, നീ വിളിച്ച് എന്നെ വേലയ്ക്കൊക്കെ ആക്കി, പക്ഷേ ഈ ജനം ഇപ്പോൾ ഞാൻ അവരോട് താമസിക്കുന്നേ, എനിക്ക് അവർക്ക് വേണ്ടി ഒരു ഇൻ്റർസെഷൻ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രധാനം അവിടെ പറഞ്ഞു. മധ്യസ്ഥ പ്രാർത്ഥന പണ്ടത്തെ മധ്യസ്ഥ പ്രാർത്ഥന സെക്ഷൻ തന്നെ ദൈവസഭയ്ക്കുണ്ടായിരുന്നു. നേരത്തെ മധ്യസ്ഥ പ്രാർത്ഥന, ഇപ്പോൾ ഭവന പ്രാർത്ഥനയില്ല, മധ്യസ്ഥ പ്രാർത്ഥനയില്ല. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേര് പോലും നമ്മുടെ ലിസ്റ്റിൽ, നമുക്ക് മധ്യസ്ഥ ലിസ്റ്റ് പോലും ഇല്ല. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഞാൻ, എൻ്റെ മോളെ, എൻ്റെ മോനെ, എൻ്റെ മക്കളെ, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ വീട്, എല്ലാം പ്രാർത്ഥിച്ച് ടയർഡായി അവസാനം ഒരു സൈഡിൽ മൂലയ്ക്കിരിക്കുമ്പം ശരി ഇനി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ കർത്താവ് ടിങ് ടിങ് കയറിപ്പോരെ മോനെ, ബെല്ലടിക്കും, നേരെ പോകണം, നിൽക്കുന്ന നിപ്പി പോണ്ടി വരും, ബെല്ലടിച്ച് കൊണ്ടുപോകും. മോശം, ഞാൻ ഇതൊക്കെ തമാശയിൽ പറയുന്നെങ്കിൽ സീരിയസ് ആയ വിഷയം, ഈ വിഷയം സീരിയസാ. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് പാട്ടും പാടി നടക്കാനല്ല, അധികാരം കൈകാര്യം ചെയ്യാനാ. അധികാരം കൈകാര്യം ചെയ്യാനാ. അതിന് പാസ്റ്റർ എനിക്ക് അധികാരമൊന്നുമില്ല. ആര് പറഞ്ഞു? നിന്റെ മനസ്സിനകത്ത് നീ 1000 പ്രാവശ്യം പറഞ്ഞു നിനക്ക് അധികാരം. ദൈവം ഒരു പ്രാവശ്യം പറയത്തുള്ളൂ, നിനക്ക് അധികാരമുണ്ട്. ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അധികാരത്തോടെയാ. നീ നടക്കുന്ന തെരുവിൽ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറിനുള്ള അധികാരം, നിനക്ക് അധികാരം. ദൈവം ഒരു പ്രാവശ്യം പറയത്തുള്ളന്നേ, 1000 പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഒരിക്കലും പോയി പറയാറില്ല, ഞാൻ നിൻ്റെ പപ്പ ഇത് പറയാറുണ്ടോ? ഇല്ല, അവർക്കറിയാം. ഇന്ന് പകൽ മനസ്സിലാക്കണം, 1000 പ്രാവശ്യം നിന്നോട് പറയണ്ട നിനക്ക് അധികാരമുണ്ടെന്ന്. ആത്മാവിൽ എരിവുള്ളവൻ മനസ്സിലാക്കും, എൻ്റെ തെരുവിൽ ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ ദൈവം എന്നെ അധികാരസ്ഥനായിട്ടാണ് ദൈവം എന്നെ പട്ടണത്തിലാക്കി വച്ചിരിക്കുന്നത്. രോഗം വരുമ്പോൾ പേടിച്ചോടാനല്ല, അധികാരത്തോടെ എതിരെന്ന് പറയണം. ഓൺലൈനിൽ വാച്ച് കേൾക്കണം കേട്ടോ, അധികാരത്തോടെ പറയണം. എൻ്റെ ഭവനത്തിനും എൻ്റെ കോമ്പൗണ്ടിനും അങ്ങനെയൊക്കെ പറഞ്ഞ ഭക്തന്മാരുണ്ട്. കോമ്പൗണ്ടിന് അടുത്ത് വരുമ്പോൾ കുഴഞ്ഞു വീണ മന്ത്രവാദികളുണ്ട്. ദൈവഹിതമല്ലാത്ത ഒരുത്തനും എൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറരുതെന്ന് ദൈവം തീരുമാനിച്ച് അഭിഷേകം കൊണ്ട് പറഞ്ഞു. എൻ്റെ കോമ്പൗണ്ടിനകത്തൊരു മന്ത്രവാദിയും കയറരുതെന്ന്. മന്ത്രവുമായിട്ട് രാത്രി 12 മണിക്ക് മന്ത്രവാദി വീടിനെ കയറ്റി വന്ന് പിറ്റേന്ന് രാവിലെ 7 മണിക്ക് എഴുന്നേക്കുന്ന കുഴഞ്ഞു വീണുപോയി, പാരലൈസ്ഡ് ആയിപ്പോയി. ആര് സീസ് ചെയ്തു? ഉയരത്തിലുള്ളവൻ, സൈന്യങ്ങളുടെ യഹോവയാം ദൈവം. ഇന്ന് പകൽ നമുക്ക് ദൈവം നാവിന്മേൽ അധികാരം തന്നു. ഏതോ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞല്ലോ, Proverbs chapter 19:20, ജീവന്റെയും മരണത്തിന്റെയും അധികാരം നാവിന്റെ തുമ്പിലിരിക്കുന്നു. തമാശ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ നാവ്, നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഒരാമയും പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോനയുടെ പുസ്തകം നമ്മൾ വായിച്ചു. ജനമെല്ലാം, ആ ജനം ഭയങ്കര ദുഷ്ടന്മാരായിരുന്നു കേട്ടോ. സാധാരണ ജനമൊന്നുമല്ല, ഭയങ്കര ദുഷ്ടതയുള്ള ജനമായിരുന്നു. ഈ ദുഷ്ടതയുള്ള ജനത്തിൻ്റെ സഹനം കണ്ടിട്ട് ദൈവം യോനെ അയച്ചു. യോനെ, നീ ഒന്ന് പോയി ചെന്ന് പ്രസംഗിക്ക്, എനിക്ക് ആ ജനത്തെ ഒന്ന് വിടുവിക്കണം. ജനം മാനസാന്തരപ്പെട്ടു. അത് ചിന്തിച്ചപ്പോഴേ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നേ. ഒറ്റ ദൂതിനകത്തൊരു രാജ്യം മാനസാന്തരപ്പെട്ടു. വിശ്വസിക്കാമോ? ഒറ്റ ദൂതിന്, 1000 പ്രവചനങ്ങളൊന്നും ഇല്ല മോനെ കേട്ടോ. ഒറ്റ ദൂതിനകത്തൊരു രാജ്യം മാനസാന്തരപ്പെട്ടു. ഇന്ന് പകൽ നിനക്കത് വിശ്വസിക്കാം. നിന്റെ ഒരു വാക്കിനകത്ത് ചില കുടുംബങ്ങൾ ഒന്നടങ്കം മാനസാന്തരപ്പെടും. വിശ്വസിച്ച് ഏറ്റെടുക്കാം. നിന്റെ ഒരു വാക്കുകൊണ്ട് ഒരു പട്ടണം, ഒരു പഞ്ചായത്ത് മുഴുവൻ, ഒരു ദേശം മുഴുവൻ, ആമേൻ, നിന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ മുഴുവൻ, സ്തോത്രം, യേശുവിനെ അറിയണം. അവർ മാനസാന്തരപ്പെടണം, മടങ്ങി വരണം, ദൈവത്തിന്റെ കോപം മാറിപ്പോകണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കരങ്ങളിൽ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം അങ്ങനെ അധികാരസ്ഥന്മാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അധികാരസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്നത്. 2 സമൂഹലിന്റെ പുസ്തകം 2 സാമുവേൽ chapter 7:14. 2 സമൂഹൽ 7:14 വായിച്ച വേദത്തിൽ. ഹല്ലേലൂയ. ദൈവം അങ്ങനെയാ ശിക്ഷിക്കുന്നത്. അവൻ കുറ്റം ചെയ്താൽ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. പറഞ്ഞിട്ടും നമ്മൾ കേൾക്കുന്നില്ല, നമ്മൾ പറ്റുന്നില്ല.
എങ്ങനെയാ? അവിടെ നാട്ടുകാരുടെ അടുത്തിട്ട് അടിക്കുന്നത്. മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യരുടെ വടി കൊണ്ടും ശിക്ഷിക്കും. പക്ഷെ അവരങ്ങ് ഭയങ്കര പ്രശ്നം, ഒരു സ്വസ്ഥതയും തരുന്നില്ല പാസ്റ്ററെ. ഇതാണ് പ്രശ്നം. നീ മടങ്ങി വരാതെ ഈ പ്രശ്നം തീരില്ല. Unless and until you come back, this problem will not solve. ഇത് മാജിക് നടത്തുന്ന ദൈവമല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ഡീലിംഗ് നടത്തുന്ന ദൈവമാണ്. God is not a magic God. അവൻ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവനാണ്, ജീവിതമാണ്. ദൈവം ആദിയിൽ നിന്നെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയിരുന്നോ അത് തന്നെയാണ് God is expecting from you. അധികാരം കൈകാര്യം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ വാക്കോടെ വായിച്ച അവസാനം 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 27-ാമത്തെ വാക്യം. അത് ഇമ്പോർട്ടൻ്റ് വാക്യമായതുകൊണ്ടാണ് അത് വായിക്കാൻ പറയുന്നത്. 1 രാജാക്കന്മാരുടെ 21-27. ആഹാബ് എന്ന് പറയുന്ന ഇസബേലിന്റെ ഭർത്താവിന്റെ കാര്യമായി പറയുന്നേ, സാധാരണ ആളൊന്നും അല്ല. ഇസബേലിന്റെ ഹസ്ബൻഡിന്റെ കാര്യം പറയുന്നേ. ആഹാബ് ഈ വാർത്ത കേട്ടപ്പോൾ ഉപവസിച്ചു. ഓ, ദൈവത്തെ മാറ്റാൻ എന്തെല്ലാം കാര്യങ്ങളാണ്. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി വായിച്ചേ, മൈക്കിൽ കൂടെ വായിച്ചേ. ഇഫ് യു ആർ ഏബിൾ ടു യൂസ് മൈക്ക് പ്ലീസ്. അത് ഓൺ ചെയ്തിട്ട് വായിച്ചേ. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റേ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. ഡ്രസ്സിന്റെ ശൈലിയൊക്കെ അങ്ങ് മാറ്റി. കണ്ടോ? നിന്റെ വിഷമം നീ ദൈവത്തോട് പറയണം. അതിൻ്റെ ശരീരഭാഷയിൽ ഉണ്ടാകണം. ആഹാബ് ദൂത് കേട്ടതിന് ശേഷം പോയി പെട്ടെന്ന് പറയുക, വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി. ആ വാക്ക് തൊട്ട് മുമ്പിലുള്ള വാക്യം വായിച്ചേ. എന്താണ് ആഹാബ് കേട്ടത്? യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെ ഒക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച് മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റേ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. കണ്ടോ? ഹലോ, ശ്രദ്ധിക്കുക. He fasted and prayed. He was not a gentle man of God. ഒരു ജെന്റിൽ മാൻ ഓഫ് ഗോഡ് അല്ലായിരുന്നു. യെസബേലിന്റെ ഹസ്ബൻഡാ ആഹാബ്. പക്ഷെ താൻ ഉപവസിച്ചു. ദൈവം തീരുമാനം മാറ്റി. എനിക്ക് അതിശയമായി ദൈവത്തെ. അപ്പോൾ ദൈവം മനുഷ്യന്റെ പിൻകാലങ്ങളൊന്നും ഓർക്കാതെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഒരുവൻ ചെയ്യുമ്പോൾ ദൈവം അവന് വേണ്ടി നിൽക്കുന്നു. ഈ ദൈവം എന്തോ ദൈവമായത്. ഒരുവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു ഇങ്ങോട്ട് ഒരു ഉപവസിക്കാൻ തീരുമാനിച്ചു. ആ വാക്കൊന്ന് വായിക്കുന്ന പഠിച്ചോട്. 21-27 21 1 Kings 21-27. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റിയ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. കണ്ടോ? അടുത്ത വാക്യം. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. രട്ടിൽ തന്നെ കിടന്നു. അവന്റെ വാക്കിംഗ് സ്റ്റൈലേ മാറി. നിങ്ങൾക്ക് ദൈവത്തോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ദൈവത്തോട് തുറന്നു പറഞ്ഞ് പരസ്യമല്ല, നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും കാണിക്കണം. ഇഷ്ടോ? 29-ാമത്തെ വാക്യം വായിച്ചേ. 29-ാമത്തെ വാക്യം. ആഹാബ് എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തുമെന്ന് കൽപ്പിച്ചു. സ്വന്തം വീടിനൊരു പ്രശ്നം വന്നപ്പോൾ ആഹാബ് ഓടിപ്പോയി ഉപവസിച്ചു. ജാതീയനായ രാജാവ്, യഹൂദ രാജാവാണ്. ഇസബേലിനെ വിവാഹം കഴിച്ച രാജാവ്, ബാലിന്റെ പ്രവാചകിയാണ് ഇസബേൽ. അവളെ വിവാഹം കഴിച്ച രാജാവ് പോയി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു ഓക്കെ. ദൈവം തീരുമാനം മാറ്റി. എന്തോ തീരുമാനം മാറ്റിയേ? നിന്റെ തലമുറയിൽ നടക്കത്തില്ല. നിന്റെ ജീവകാലത്ത് നിന്റെ ഗൃഹത്തിലുണ്ടാകുന്ന അനർത്ഥം, പല അനർത്ഥങ്ങളും മാറിപ്പോകുന്നത് ചെറിയ ചെറിയ ഉപവാസത്തിന് മേലാണ്. ഫാസ്റ്റിങ്ങിന് വിളിക്കുമ്പോൾ സമയമില്ല. ഉപവസിക്കാനൊന്നു വാ, പ്രാർത്ഥിക്കാനൊന്നു വാ, ഒരു ഉപവാസം എടുക്ക്. സമയം കിട്ടുവാണെങ്കിൽ 2 ദിവസം ഉപവസിക്ക്, 21 days ഉപവസിക്ക്. ഇതൊക്കെ പറയുമ്പോൾ സാധാരണ ഇന്നത്തെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ചിന്
ഉപവാസമേ വേണ്ടെന്നുള്ള പഠിപ്പിക്കലുണ്ട്. പക്ഷേ യേശു 40 ദിവസം ഉപവസിച്ചു. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ ഉപവസിച്ചു. മോശ 40 ദിവസം മരുഭൂമിയിൽ പർവ്വതത്തിന് മുകളിൽ ഉപവസിച്ചു. ദാനിയേൽ 21 days ഫാസ്റ്റ് ചെയ്തു. എസ്തർ ഉപവസിച്ചു 3 ദിവസം. ആരെയൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് അവരെയൊക്കെ അവർ ദൈവത്തിനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ അവരുടെ മേലുള്ള ഗൃഹത്തിൻ്റെ മേലുള്ള കോപം തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് ദൈവം തീരുമാനം മാറ്റി. എൻ്റെ ചോദ്യം, ദൈവത്തിന് ഇങ്ങനെ തീരുമാനം മാറ്റാമെങ്കിൽ നിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ദൈവത്തിന് തീരുമാനം മാറ്റാൻ പറ്റുന്നില്ല? It is problem with us. It's not problem with God. ഇത് നമ്മുടെ ഫാസ്റ്റിംഗ്, നമ്മുടെ ഉപവാസത്തിലേക്ക് നമ്മൾ എപ്പോൾ നമ്മൾ മടങ്ങി വരുന്നോ, ദൈവം പടിപടിയായി കാര്യങ്ങളെ തീരുമാനിച്ച് ചെയ്യും. ഒരാമയും പറയും കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. Come church, turn to God. ദൈവത്തിലേക്ക്. നിന്റെ ശമ്പളം എന്തോ ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടോ നിന്റെ ശമ്പളം? 2 ദിവസം കുഞ്ഞ് ഒന്ന് പോയി താളം തെറ്റിയില്ലേ മൊത്തം? വാട്ട് ഈസ് ദെയർ? തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് തടി പോലെ നിന്ന മനുഷ്യരൊക്കെ നിമിഷം കൊണ്ട് ചറ പറഞ്ഞ് ചിതറിപ്പോയത് കണ്ണുകൊണ്ട്, വളരെ താഴ്മയോടെ പറയട്ടെ, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ധനവാന്മാർ, വലിയ വലിയ ധനവാന്മാർ, ഇപ്പോൾ 60-70 വയസ്സൊക്കെ ഉണ്ട്, വാടക വീട്ടിലൊക്കെ ഇപ്പോഴും ബാംഗ്ലൂർ കഴിയുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു, 15-20 വർഷം മുമ്പ് ഞാൻ ഈ കർത്താവിലേക്ക് വന്ന സമയത്ത് ഭയങ്കര തീവ്രതയായിരുന്നു. ഏത് വീട്ടിലും കയറി സുവിശേഷം പറയുമായിരുന്നു, ഏത് വീട്ടിലും. Say praise the Lord. Hallelujah. Say hallelujah. 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 ഉപവസിച്ചു പ്രാർത്ഥിച്ചു ദൈവം തീരുമാനം മാറ്റി. എൻ്റെ ഇത്ര മാത്രമേ പറയുള്ളൂ. ഹലോ, ദൈവത്തിന് ഒരുപാട് തീരുമാനങ്ങളുണ്ട്, ശരിയാ. പക്ഷേ യു ക്യാൻ മേക്ക് ഇറ്റ് ചേഞ്ച്. എങ്ങനെ? ഉപവസിക്കും, പ്രാർത്ഥിച്ചും, താഴ്ന്നു കൊടുത്തും, കമണ്ണു കൊടുത്തും, നടപ്പിൽ മാറ്റം വരുത്തിയും, വസ്ത്രത്തിൽ മാറ്റം വരുത്തിയും ദൈവത്തോട് പറഞ്ഞ് നിനക്ക് ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റാം. നിന്റെ കുടുംബത്തിന്മേലുള്ള ശാപത്തെ മാറ്റാം. When you come back, നിന്റെ മടങ്ങിവരവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. കാരണം ദൈവം നിന്നെ അത്ര ശ്രേഷ്ഠമായിട്ടാ ദൈവം നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ കാണുന്നത്. വെറുതെ ഒരു പാട്ടും പാടി നടന്ന് 2 പ്രസംഗം പ്രസംഗിച്ചിട്ട് 10 പേരുടെ നല്ല വാക്കും കേട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പാൻ അല്ല നിന്നെ വിളിച്ചേ. ഈ ഭൂമിയിൽ ചില അധികാരസ്ഥന്മാരെ പോലെ അധികാരം കൈകാര്യം ചെയ്യുവാൻ നിന്റെ കുടുംബത്തെയും ദൈവം വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടായി പ്രോബ്ലംസ്. സേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം, ഫൈനൽ വേർഡ്. 1 കൊരിന്ത്യർ, എല്ലാവരും വാക്യം വായിക്കണം കേട്ടോ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 9, 1 Corinthians chapter 3 verse 9. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. മതി. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. എല്ലാവരും ഒന്ന് പറയണം, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഞങ്ങൾ ദൈവത്തിന്റെ ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഇംഗ്ലീഷ് എങ്ങനെ പറഞ്ഞേ? we are the laborers together with God. ദൈവത്തിന്റെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന കൂട്ടുവേലക്കാർ. ദൈവം ചെയ്യുന്ന അതേ ജോലി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം ചെയ്യേണ്ട ജോലി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആസ്ക് ഗോഡ്, ദൈവത്തിന് പകരക്കാരനായി നീ എത്ര നാൾ ഈ ഭൂമലത്തിൽ നിന്നിട്ടുണ്ട്? ദൈവത്തിന് പകരക്കാരനായി. ഒരു മനുഷ്യന് ഒരുവന് വീടുണ്ടാക്കി കൊടുക്കുന്നതോ കാറുണ്ടാക്കി കൊടുക്കുന്നതോ അതൊക്കെ സെക്കൻഡറി. പക്ഷെ ദൈവത്തിന് പകരക്കാരനായി. ദൈവത്തിന് എന്താ നോട്ടം? ദൈവത്തിന് അവൻ്റെ വീടോ കാര്യമോ ബംഗ്ലാവോ ഒന്നുമല്ല. ദൈവത്തിന് നോട്ടം നിന്നെ അണിയിക്കുക, അലങ്കരിക്കുക, നിന്നെ ബഹുമാനിക്കുക, നിനക്ക് വേണ്ടതൊക്കെ തരിക. ഇതൊക്കെ ദൈവത്തിന് ഉദ്ദേശമാണ്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നാം ഓരോരുത്തരും. കൂട്ടുവേലക്കാർ, ദൈവത്തിൻ്റെ കൂടെ നിന്ന് വേല ചെയ്യേണ്ടവർ. നീ ആ പരാധീനത പറഞ്ഞ് ഒരു വീടില്ലേ, ഒരു കാറില്ലേ, ഒരു അതില്ലേ, ഇതില്ലേ, പരാധീനതകൾ പറഞ്ഞ് ദൈവത്തെ ബുദ്ധിമുട്ടിക്കുക. പക്ഷെ ദൈവം പറഞ്ഞു, നീ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. യു ആർ എ co-worker with the Lord Jesus Christ. You are not separated. ദൈവത്തിനെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാ. എന്തിനാ ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വരുന്നേ? കൂട്ടുവേലക്കാർ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുക. എന്താ ഭയം വന്നേ? എന്താ പാപം വന്നേ? അനുസരണക്കേട് കാരണമല്ലേ? ഇന്നും എന്താണ് സംഭവിക്കുന്നത്? രക്ഷിക്കപ്പെട്ടു പാസ്റ്റർ, ശരിയാ, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, പക്ഷെ ഇപ്പോഴും അധികാരം കൈകാര്യം പറ്റുന്നില്ല. കാരണം ഐ ഹാവ് ഫിയർ.
എനിക്ക് മനുഷ്യനെ പേടി, എനിക്ക് സൊസൈറ്റിയെ പേടി, എനിക്ക് എല്ലാത്തിനെയും പേടിയാണ്. ബസ്സിൽ പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും, ട്രെയിനിൽ പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കത്തില്ല. ഒരു വാക്ക് സുവിശേഷം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം സുരേഷ്വരോട് പറഞ്ഞു, കേരളത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഇപ്പോഴൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ തൊട്ടടുത്തിരുന്നൊരു മനുഷ്യനെ എല്ലാവരും ബഹുമാനിക്കുന്നു, കാവ്യ വസ്ത്രധാരിയാണ്, ട്രെയിനകത്ത് അദ്ദേഹം പേഴ്സണലായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ചരിപ്പെടുത്ത് മാറ്റിയിട്ട് കൊടുക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ ഒന്നും മൈൻഡ് ചെയ്യുന്നതില്ല, കാരണം എനിക്ക് മനസ്സിലായി അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിൽ ഉൾപ്പെട്ട ആളല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്യാതെ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് അദ്ദേഹത്തെ മറ്റുള്ളവർ കാണിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് സീറ്റ് ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം എന്നെ സൂക്ഷിച്ച് 2 പ്രാവശ്യം നോക്കി. അപ്പം ഞാനും അദ്ദേഹത്തെ നോക്കി ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പുള്ളിയെ മൈൻഡ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരും പുള്ളിയെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നു, പുള്ളിയെ ബഹുമാനിക്കുന്നു. താഴെ എന്നിട്ട് അവസാനം പുള്ളി ഒരു ആധാർ കാർഡ് എനിക്ക് എടുത്ത് തന്നിട്ട് എന്നിട്ട് ചോദിക്കണ്ടേ, ഭായ് എന്നെ വിളിച്ചിട്ട് ഒരു ആധാർ കാർഡ്. ഞാനത് കണ്ടിട്ട്, ഓ താങ്ക് യു സർ, മേ ബി എക് ഭഗവാനു. ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ട്, ഞാനിതിനെ പേടിക്കുന്നേ. യു ഷുഡ് നോ എ ട്രൂ ഗാഡ്. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? പ്രാർത്ഥിക്കാം. ദൈവത്തോട് ഞാൻ ചോദിച്ചു, ഹമാര ദേശ് കെ ലിയെ, എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. താങ്ക് യു ജീസസ്. ഒരു അന്യമതത്തിൽപ്പെട്ട കാവ്യവസ്ത്രധാരിയായ ഒരു മനുഷ്യന് ധ്യാനിക്കോ? പ്രൈസ് ദി ലോർഡ്. സേ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ വിളിച്ചത് അധികാരം കൈകാര്യം ചെയ്യാനായിട്ട്. ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ ഒരാൾ അധികാരം കൈകാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ, എന്നെ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ സമൂഹത്തെ കുറിച്ച് പറയട്ടെ. ഇഫ് യു ആർ റെഡി, ഗോഡ് ഈസ് റെഡി ടു വർക്ക് ത്രൂ യു. ദൈവം അത്ഭുതം ചെയ്യണമെങ്കിലേ സാധാരണ ജീവിതം പോരാ. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പോരാ. അധികാരം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. വീട്ടിനകത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ നാവിൻ്റെ മുമ്പിൽ, കർത്താവ് എനിക്ക് എന്നെ രക്ഷിച്ചത് അതിനു വേണ്ടിയാ. രക്ഷിക്കപ്പെട്ടവരാണോ? യെസ് ഓർ നോ? രക്ഷിക്കപ്പെട്ടത് കരം ഉയർത്തിക്കേ. സ്നാനപ്പെട്ടത് കരം ഉയർത്തിക്കേ. അഭിഷേകം പ്രാപിച്ചവരെന്ന് കരം ഉയർത്തിക്കേ. ഈ കരം താഴ്ത്തിയിടരുത്. ഈ കരത്തിനകത്ത് അധികാരമുണ്ട്. ഈ കരത്തിന് എന്തുണ്ട്? അധികാരം, അതോറിറ്റി ഉണ്ട്. അതിനകത്തുണ്ട്, 100% ഉണ്ട്. 1000 പ്രാവശ്യം ഒന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒറ്റ പ്രാവശ്യം വചനം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരൻ. ദൈവത്തിൻ്റെ കൃഷിയിൽ ഞാൻ പ്രയോജനപ്പെടേണ്ട വ്യക്തി. ദൈവത്തിൻ്റെ കൃഷിക്കുൾപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഇനി സാധാരണ ഒരു വ്യക്തിയായിട്ടല്ല, അധികാരത്തെ കൈകാര്യം ചെയ്യേണ്ട വ്യക്തി. ഗോഡ് ക്രിയേറ്റഡ് മീ ഫോർ ഇറ്റ്. എന്നെ ദൈവം അതിനു വേണ്ടി സൃഷ്ടിച്ചു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ഒരു രോഗി കടന്നു വരുമ്പോൾ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചേക്കണം. ഈ വെളിപ്പാട് മനസ്സിൽ കരുതിയേക്കണം എപ്പോഴും. ഈ വെളിപ്പാട് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഈ റെവലേഷൻ ദൈവം എനിക്ക് അധികാരത്തോടെ അയച്ചിരിക്കുക. ഇവനെ സൗഖ്യമാക്കാനാണ് എന്നെ ദൈവം അയച്ചേ. വചനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്നല്ല, രോഗികളെ സൗഖ്യമാക്കുവിൻ. ഉണ്ടോ? രോഗികളെ നമ്മൾ രോഗികൾക്ക് കൊണ്ട് പോയി പ്രാർത്ഥിക്കും. പക്ഷെ വചനം പറഞ്ഞ അങ്ങനെയല്ല, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവിൻ. അതിൻ്റെ അർത്ഥം എന്താ? അവരെ സൗഖ്യമാക്കാനുള്ള എന്തോ ഒന്ന് നിന്റെ ഉള്ളിലുണ്ട്. അവരെ സൗഖ്യത്തിലേക്ക് നടത്താനുള്ള എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. സേ പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടല്ല പ്രസംഗിച്ചേ, വിട്ടേരെ. ഞാൻ വേറെ ആൾക്കാരോട് പ്രസംഗിച്ചേ, വിട്ടേരെ. നിങ്ങളാ വാക്യങ്ങൾ വിട്ടേരെ. ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ മാത്രം ആത്മാവ് റിസീവ് ചെയ്തു. ആമേൻ. പല രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അഴിയും. നമ്മൾ പാടിയില്ലേ, സാധ്യമേ. ആ വാക്കൊക്കെ ഭയങ്കര കണക്റ്റഡാണ്. ഞാൻ സെലക്ട് ചെയ്ത പാട്ടൊന്നുമല്ല, കുഞ്ഞുങ്ങൾ സെലക്ട് ചെയ്ത പാട്ടാ. സാധ്യമേ, എല്ലാം സാധ്യമേ. വിശ്വാസത്തിൽ എന്താ, നമ്മൾ വിശ്വാസത്തിന് വാക്കുകൾ പറഞ്ഞ് യേശുവിൻ്റെ കൂടെ ഉള്ളതിനാൽ ആ അധികാരം കൈകാര്യം ചെയ്യുമ്പോൾ അസാധ്യങ്ങൾ ഒന്നും നിന്റെ മുമ്പിൽ ഉണ്ടാകത്തില്ല. അസാധ്യങ്ങൾ ഒന്നും നിന്റെ മുമ്പിൽ ഉണ്ടാകത്തില്ല. എല്ലാം സാധ്യതയായിരിക്കും. ഭാവിയെക്കുറിച്ച് ആരെങ്കിലും അങ്കലാപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്നു, അസാധ്യങ്ങൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നീ വഴിമാറും. നീ സാധ്യതയുടെ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ കൊണ്ടുവരും. അത് വിശ്വസിക്കുന്ന കരങ്ങളെ ശക്തിയോട് അടിച്ച് ഇന്ന് പകൽ ആത്മാവിൽ പ്രാപിച്ച് ഏറ്റെടുത്ത് അധികാരം കയ്യിലുള്ളവൻ ശക്തിയോടെ
ഷാബ്രസ്മാനിയ ഉടൽ കരകടലകബലകത്തിനിയ അർക്കലകത്തിനിയ റൗഡലബലകത്തിനിയ. നിനക്ക് സംസാരിപ്പാൻ പുതിയൊരു ഭാഷ തന്നിട്ടുണ്ട്. നിനക്ക് പ്രാർത്ഥിപ്പാൻ ഒരു ദൈവമുണ്ട്. നിനക്ക് മുട്ടുമിളക്കാൻ ഒരു പ്രാർത്ഥന മുറിയുണ്ട്. യു ആർ നോട്ട് ഓർഫൻ. നീ ഒരു അനാഥനല്ല. ദൈവം നിന്നെ അധികാരത്തോടെ നിന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ ഇന്ന് പകൽ നീ അധികാരത്തിലേക്ക് ഇത് മടങ്ങി വരണം. വെറുതെ പാട്ടും പാടി പോകരുത് കേട്ടോ. പോകരുത്. പാട്ടും പാടി പോകരുത്. പോകരുത് 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 പോകരുത്. അധികാരം ഏറ്റെടുത്തോണം. എന്നെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ, എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ച്, ഐ ഹാവ് ആൻ അതോറിറ്റി. എനിക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. അയ്യോ, അത് പാസ്റ്റർമാർക്ക് മാത്രമല്ലേ ഉള്ളൂ? നോ 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 നോ. സുവിശേഷം പ്രസംഗിക്കാൻ സഹോദരിമാർക്കാണ് ദൈവം ആദ്യം അധികാരം കൊടുത്തതെങ്കിൽ നിനക്കുമുണ്ട് അധികാരം. ഷാബ്രസ്മാനിയ ഠലബത്തിനിയ, നിനക്കുമുണ്ട് അതിനകത്തൊരു ഭാഗം. അക്കുലയും പ്രിസ്കില്ലയുടെ പേരെഴുതുമ്പോൾ പ്രിസ്കില്ലയുടെ പേര് ഒരു ഭാഗത്ത് എഴുതി വച്ചെങ്കിൽ നിനക്കുമുണ്ട് ഒരു അധികാരത്തിൻ്റെ അംശം. റൗഷമൻ എസ്തേറിനെ ദൈവത്തിന് തിരഞ്ഞെടുക്കാമെങ്കിൽ നിനക്കുമുണ്ട് ഒരു അഭിഷേകത്തിൻ്റെ അംശം. ഷബറഗത്തിനിയ ഠലഗബലഗത്തിനിയ അർക്കസ്ഥാനിയ റൗഡലബലഗത്തിനിയ അർക്കസ്ഥാരിയാംധറ ഠലഗബലഗത്തിനിയ. അയ്യോ, അത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ? നോ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ദ പാസ്റ്റേഴ്സ്. Those who are available. ആരവൈലബിൾ ആണോ അവർക്ക് വേണ്ടി നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാമോ? അധികാരത്തോടെ എഴുന്നേറ്റ് നിന്നേ, തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്നേ. ഒരു ബലഹീന വിശ്വാസിയുടെ ദൈവത്തിന് വേണ്ട, ബലമുള്ള വിശ്വാസിയുടെ എഴുന്നേറ്റ് നിന്നേ. നിന്റെ മുമ്പുള്ള പ്രശ്നങ്ങളെ നോക്കി പറയണം, ഹേ മഹാപർവ്വതമേ നീ ആർ, എന്നെ എതിരേൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ, എൻ്റെ മുൻപിലുള്ള പ്രശ്നമേ നീ ആർ. ഇന്ന് പകൽ ദൈവം എനിക്ക് നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, വിശ്വാസത്തോടെ കൽപ്പിക്കുന്നു, ഹേ പർവ്വതമേ വഴിമാറ്, ഹേ പർവ്വതമേ വഴിമാറ്, ഹേ സമുദ്രമേ രണ്ടാക്. മോശ അധികാരസ്ഥനെ പോലെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചെങ്കടലിന്റെ മുൻപിൽ വന്ന് മോശയോട് ദൈവം പറയുക, മോശയെ നീ ഒന്നും ചെയ്യണ്ട, ആ വടിയൊന്ന് ഉയർത്തിയാൽ മതി. നീ ഞാൻ സൃഷ്ടിച്ച ഈ രണ്ട് ലാൽ സമുദ്ര ചെങ്കടൽ രണ്ടായി മാറും. നിന്റെ കയ്യിൽ 1-2 മീറ്റർ നീളമുള്ള വടിയാ, പക്ഷേ നീ ഒന്ന് കരമുയർത്തിയാൽ മതി, ഇതിനെ രണ്ടായി ഭാഗിക്കാൻ എൻ്റെ ശക്തിക്ക് കഴിവുണ്ട്. സാധാരണ വിശ്വാസിയെ, സാധാരണ പ്രിയ പൈതലേ, ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ ദൈവം തന്ന അധികാരം അസാധാരണമായ അധികാരമാണ്. ഒരു മനുഷ്യനും ഇതുവരെയും കൊടുക്കാത്തൊരു സ്പെഷ്യൽ അതോറിറ്റി ഇന്ന് പകൽ ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് പകൽ അതിനെ റിസീവ് ചെയ്ത ആത്മാവിൽ റിസീവ് ചെയ്തേ.